ഹായ് ഹലോ എല്ലാവർക്കും ലൈഫ് എക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു 10 ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് സംസാരിക്കാം. അതിൽ ഒന്നാമത്തെ ഹാബിറ്റ്സ് ആണ് ഗുഡ് സ്ലീപ്പ്. നമ്മുടെ ബോഡീനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ് അല്ലേ? അപ്പം നമ്മുടെ ബ്രെയിന് ആവശ്യത്തിനുള്ള എല്ലാ റെസ്റ്റും വേണം. അപ്പം നമ്മുടെ ബ്രെയിനിന് ഒരു റിഫ്രഷ് ആക്കാനുള്ള ഒരു കാര്യം കൂടാണ് ഈ സ്ലീപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ ആവശ്യമായ ഒരു മെഡിസിൻ പോലെയാണ് നമ്മുടെ സ്ലീപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ മെൻ്റലി ഇഷ്യൂ ഉള്ളവർക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഇമോഷണലി വീക്കായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉറക്കം വളരെ കുറവായിട്ടുണ്ടാവും. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളൊരു വലിയ പ്രശ്നത്തിന് നടുവിലായിരിക്കും ഇരിക്കുന്നത്. അതായത് ഇപ്പം ഞാനൊരു പ്രശ്നത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പം ആ ഒരു പ്രശ്നത്തിന് അതിൻ്റെ ഒരു കുറച്ച് ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ബ്രെയിന് പകൽ മാത്രമല്ല ജോലി. അതായത് നമ്മളിപ്പം രാവിലെ കാണുന്ന കാര്യങ്ങളും എല്ലാം നമ്മളുടെ എന്താ പറയുക ഫീഡ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ നമ്മുടെ ബ്രെയിൻ. നമ്മൾ ഉറങ്ങിക്കഴിയുമ്പം അതിലും മുഖ്യമായ ഒരു ജോലിയുണ്ട്. അതായത് നമ്മൾ കണ്ട കാര്യങ്ങൾ ഓരോന്നും അതിങ്ങനെ സോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഫോണിൻ്റെയൊക്കെ ഗാലറി നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ എടുക്കുന്ന ഫോട്ടോസുകൾ പല സെക്ഷനായിട്ട് വന്ന് കിടക്കുന്നുണ്ടാവും. ലോങ് ടേം മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് ഓർക്കേണ്ടാത്ത കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബ്രെയിനിന് കുറേ പണികളുണ്ട് അതിനകത്ത്. നമ്മൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. അപ്പം നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിന് ഏറ്റവും അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. നമ്മുടെ ബ്രെയിനെ റിഫ്രഷ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ പോലെയാണ് നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടാമത്തെ ഹാബിറ്റാണ് ഡ്രിങ്ക് വാട്ടർ. വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുക. നമ്മൾ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് നമ്മൾ വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകം അത് മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ല ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. അതേസമയം വെള്ളം കുടിക്കാത്ത സ്കിന്നാണെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടെന്ന്. അതായത് നമ്മുടെ ഈ ഭാഗത്തിൽ സ്കിൻ ഇങ്ങനെ പിടിച്ചു വെച്ച് നോക്കുമ്പോൾ അത് പെട്ടെന്ന് താഴുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വെള്ളം കൂടി കുറവാണെന്നാണ് അതിനർത്ഥം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മുടെ ബോഡിയിൽ ചെന്നില്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. അതായത് നമ്മുടെ നാവിൽ വെള്ളം പറ്റും, അതായത് ഉമ്മുനീര് നമുക്ക് കുറയും. ഉമ്മുനീര് കുറയുന്നത് വഴി നമ്മുടെ എന്താ പറയുക, വായിൽ സ്മെല്ല് വരാനും ബാഡ് സ്മെല്ല് വരാനൊക്കെ ഇടയാകും. അതുപോലെ തന്നെ നമ്മുടെ പല്ലുകൾക്ക് കേട് സംഭവിക്കാനും ഈ ഉമിനീര് കുറയുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ പല ടോക്സിൻസ് പുറത്തു പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് നമ്മൾ സ്വെറ്റ് ചെയ്യുന്ന വഴിയും നമ്മുടെ യൂറിൻ പോകുന്നത് വഴിയൊക്കെ അത് പോകുന്നുണ്ട്. പല അസുഖങ്ങൾ ഉണ്ടാവുന്നതിനും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് വെള്ളം കൂടി കുറയുന്നത്. യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കിഡ്നിയിൽ കല്ല്, അതുപോലുള്ള പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ മൂന്നാമത്തെ ഹാബിറ്റാണ് പ്ലാൻ യുവർ നെക്സ്റ്റ് ഡേ. അതായത് നാളെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് ഇന്ന് രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പേ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നാളെ കാര്യങ്ങൾ ഭയങ്കര ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സായിരിക്കും, എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരിത്. പിന്നെ സ്ഥിരം പറയുന്ന ഒരു ഇതാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ ടൈം കിട്ടിയില്ല. അതായത് നമ്മൾ കറക്റ്റായിട്ട് അത് പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം നമുക്ക് എന്താണോ നാളെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളൊരു പേപ്പറിലോ അല്ലെങ്കിൽ ഫോണിലോ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഈവൻ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾ കിടക്കുന്നതിന് മുമ്പേ നമ്മുടെ മൈൻഡിലെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇന്ന കാര്യങ്ങൾ എനിക്ക് നാളെ ചെയ്യാനുണ്ടെന്നുള്ളത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാനും, അതേസമയം നമ്മൾ പ്ലാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ സമയങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ടൈം ഭയങ്കര സേവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നാലാമത്തെ ഹാബിറ്റാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്കുണ്ടായ എല്ലാ നല്ല കാര്യങ്ങളും, അല്ലെങ്കിൽ എനിക്കുണ്ടായ ഇന്ന് കുറേ അപ്രീസിയേഷൻ കിട്ടിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്കിന്നുണ്ടായ നല്ല ഇമോഷൻസുകൾ, അതൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കണം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോസിറ്റീവ് ചിന്താഗതികളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒരു 3 എണ്ണമെങ്കിലും ഒരു ദിവസം നമ്മൾ എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പം നെഗറ്റീവ് കാര്യങ്ങളിലോട്ട് നമുക്ക് എന്താ പറയുക, കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ പോസിറ്റീവ് എപ്പോഴും നമ്മൾ അവിടെ തിരയാൻ നമ്മൾ ശ്രമിക്കും നമ്മുടെ ലൈഫിൽ നിന്ന്. അഞ്ചാമത്തെ കാര്യമാണ് പ്രാക്ടീസ് ഗുഡ് ഹൈജീൻ. എല്ലാവർക്കും ഉള്ള കാര്യങ്ങളല്ലേ. നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നു, പല്ല് തേക്കുന്നു,
അതായത് എന്താ പറയുക, നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആറാമത്തെയാണ് ഈ ബാലൻസ്ഡ് ഡയറ്റ്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ബാലൻസ്ഡ് അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അങ്ങനെ പറക്കി കഴിക്കാതെ നമ്മളെപ്പോഴും കഴിക്കുമ്പോൾ എന്താണോ നമ്മൾ കഴിക്കുന്നതെന്ന് അറിഞ്ഞ് കഴിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നല്ലതായിരിക്കും. മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതായത് നമ്മൾ എന്താണോ കഴിക്കുന്നത് ആ ടൈമിൽ നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കുക. ആ സമയത്ത് ടി വിയും അതും ഇതുമൊക്കെ വെക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ആണോ കഴിക്കണേ, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നോ അതിൻ്റെ കളർ എന്താണോ അതിൻ്റെ നിറം എന്താണെന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആ കഴിക്കുന്ന എന്താണോ അത് മനസ്സിലാക്കി, അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കി അതുണ്ടാക്കിയവരോട് അതിനുള്ള എന്താ പറയുക, നന്ദി പറഞ്ഞുകൊണ്ട് കഴിക്കണം എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ. ഏഴാമത്തെന്ന് പറയുമ്പോൾ സ്പെൻഡ് ടൈം വിത്ത് നേച്ചർ. ഒരു ദിവസം ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ പുറത്തുകൂടെ, അതായത് നമ്മൾ പ്രകൃതി ഒന്ന് ആസ്വദിച്ച് നടക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ നമ്മളെ സഹായിക്കും. അതായത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളെ ഉള്ള ചെടികൾക്ക് ഒന്ന് നനയ്ക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ചുമ്മാ ഒന്ന് നടക്കുക. നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കുറേ സൗണ്ടുകളുണ്ട്, നല്ല കാറ്റുകൾ, അതൊക്കെ ശരിക്കും നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്ഫുൾ ആണെങ്കിൽ അത് നമ്മുടെ മൈൻഡിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നേച്ചറായിട്ട് ഒരുക്കിയിട്ടുള്ള കുറേ സൗണ്ടുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മിക്കപ്പോഴും എൻ്റെ വീഡിയോയിലൊക്കെ പറയാറുണ്ട്, നമ്മൾ നോർമലി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രകൃതിയിൽ നിന്നുള്ള സൗണ്ടുകൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പക്ഷേ രാവിലെ എണീറ്റ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ചില സൗണ്ടുകളൊക്കെ നമ്മുടെ മൈൻഡിനെ ഭയങ്കരമായിട്ടും കൂളാക്കുന്ന, അല്ലെങ്കിൽ ഒന്ന് കാം ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ സൗണ്ടുകളുണ്ട്. അപ്പം നമ്മൾ കൂടുതലും നേച്ചറുമായിട്ടൊക്കെ ഒന്ന് ഇണങ്ങി ഇണങ്ങി ജീവിക്കാൻ ശ്രമിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും. ഇപ്പം മണ്ണിൽ ഒരു ചെടി നടുന്നതാണ് ആയിക്കോട്ടെ, ചെടിക്കൊരു വെള്ളം ഒഴിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പൂ മണക്കുന്നതായിക്കോട്ടെ, അതിനകത്തു നിന്നൊക്കെ നമുക്കൊരു സ്ട്രെസ് റിലീവർ പോലെയുള്ള ഒരു സംഭവം നമുക്കതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. എട്ടാമത്തെന്ന് പറയുമ്പോൾ ഒരു റെഗുലർ ചെക്കപ്പ്. അത് നമുക്ക് ഏറ്റവും അനുയോജ്യമായിരിക്കും. അതായത് ഒരു 30s, ഞാൻ പറയുമ്പോൾ 30സിന് പുറമേ ഉള്ളവർ നോക്കണ്ട എന്നല്ല, കൂടുതൽ 30s കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമുക്ക് പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല എന്താ പറയുക ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അനുഭവിച്ചു തുടങ്ങുന്നത്. അപ്പം ഒരു 30s കഴിഞ്ഞവർ, എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഒരു റെഗുലർ ചെക്കപ്പ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് BMI ആണോ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് പ്രഷർ നമുക്ക് എങ്ങനെയാണ് നോർമൽ ആണോ നോക്കുക, എന്തെങ്കിലും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ നോർമൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ പല്ലുകൾക്ക് എന്തെങ്കിലും കേടുണ്ടോ, കണ്ണിൻ്റെ കാഴ്ച, നമ്മുടെ കറക്റ്റായിട്ട് അതൊന്ന് ഐ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ കൂടുതൽ അത് വൾഗർ ആവുന്നതിന് മുന്നേ നമുക്കത് മനസ്സിലാക്കി അത് ട്രീറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ അപ്പം മാസത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ പോയി ഈ കറക്റ്റായിട്ടുള്ള ചെക്കപ്പുകളൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഹെൽത്തി നമുക്ക് ഇരിക്കാൻ ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും. 9ാമതായിട്ട് ഞാൻ പറയുന്നത് ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മൾ പട്ടിണി കിടക്കണം അല്ല ഞാൻ പറഞ്ഞത്. കറക്റ്റായിട്ടുള്ള ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ട്രൈ ചെയ്യണം. നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ആവാൻ നമ്മളെ സഹായിക്കും. വെയിറ്റ് ഒരു പരിധി വിട്ട് നമുക്ക് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിനെ പോലും അത് ബാധിക്കും എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് കൂർക്കം വലി കൂടുകയും അതുവഴി നമുക്ക് ഓക്സിജൻ്റെ ലെവൽ നമ്മുടെ ശരീരത്തിൽ കുറയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓക്സിജൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയും. അപ്പം കറക്റ്റായിട്ടുള്ള ഒരു ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ എല്ലാ അസുഖങ്ങളിൽ നിന്നും, അതായത് നമ്മുടെ കാർഡിയോ ആയിക്കോട്ടെ, എല്ലാ അസുഖങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പൂർണ്ണമാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മളെ ഒത്തിരി സഹായിക്കുന്നു. അപ്പം നമ്മുടെ വെയിറ്റൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് ഒരു കറക്റ്റായിട്ടുള്ള ബോഡി ഇൻഡെക്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. 10ാമതായിട്ട് ഞാൻ പറയുന്നത് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സസൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എക്സസൈസിനെക്കാട്ടിൽ താല്പര്യം യോഗ, മെഡിറ്റേഷൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. നമുക്ക് എന്തെങ്കിലും നമ്മുടെ ബോഡീനെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം അതിനുവേണ്ടി അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. ഒന്നുകിൽ ജിമ്മിൽ പോയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, ഒരു ട്രെയിനറുടെ സഹായത്തോടെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. നമ്മുടെ വീടിൻ്റെ മുറ്റത്തു കൂടെ ആണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ നടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമുക്ക് സ്ട്രെസ്സ് റിലീവ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കും. നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കൊഴുപ്പുകളും ഒക്കെ ശരീരത്തുണ്ടെങ്കിൽ അതൊക്കെ പോയി നമുക്കൊരു നല്ല ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ബൈ, ടാറ്റ.